വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു? നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെയധികം റിസ്കുകൾ ഈ ഒരു പേഴ്സൺ എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതായത് അതിന് ആ ഒരു പേഴ്സൺ വളരെയധികം തയ്യാറെടുത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. മേ ബി കുറച്ച് നാളുകളായിട്ട് നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. പക്ഷെ ആ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം സെൽഫ് ഫോക്കസ്ഡ് ആയിരുന്നു. അതായത് ആ വ്യക്തിയുടെ കരിയർ, ഫിനാൻസ് അതിലൊന്നും ഒരു സ്റ്റെബിലിറ്റി ഇല്ലാതിരുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടായിരിക്കാം നിങ്ങളുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വളരെ കുറവായിട്ട് കണ്ടിരുന്നത്. പക്ഷെ ഈ ഒരു സമയത്ത് അവരുടെ ലൈഫിൽ ഒരുപാട് മിറാക്കുലസ് ആയിട്ടുള്ള ചേഞ്ചസ് സംഭവിക്കുകയാണ്, ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയാണ്. അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ വലിയൊരു വ്യത്യാസം വരണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ടും ഇവിടെ വ്യക്തമാവുന്നുണ്ട്. ഓക്കെ, എൻ്റെ പേഴ്സൺ നിങ്ങളെ ഒരിക്കലും കൈവിട്ട് കളയുന്ന ഒരു മൈൻഡ് സെറ്റിലല്ല. ആ വ്യക്തി എത്രത്തോളം ബിസി ആയിരിക്കാം, ആ വ്യക്തിയുടെ ലൈഫിൽ എത്രത്തോളം സ്ട്രഗിൾസ് ഉണ്ടായിരിക്കാം, എന്നാൽ പോലും ആ വ്യക്തി നിങ്ങളോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഒരിക്കലും ആ വ്യക്തി കുറയ്ക്കുന്നതായിട്ട് കാണുന്നില്ല. മേ ബി ആ വ്യക്തിക്ക് എന്തെങ്കിലും കൈൻഡ് ഓഫ് പാഷൻ ഉണ്ടായിരിക്കാം. അതിലോട്ട് ആ വ്യക്തി ചേഞ്ചായി പോകുന്നത് കൊണ്ടായിരിക്കാം നിങ്ങളുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഈ ഒരു സമയത്ത് കുറവുള്ളതായിട്ട് കാണുന്നത്. ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് ഒരുപാട് കൺഫ്യൂഷൻ ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റിലാണ്. ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് അവരുടെ കരിയർ ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമോ, എന്തെങ്കിലും ഒരു തരത്തിൽ ഒരു സ്റ്റെബിലിറ്റി അവരുടെ ലൈഫിൽ ഉണ്ടാവാനായിട്ട് ആ വ്യക്തി ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. മേ ബി റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ വ്യക്തിക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെ ആവശ്യമായിട്ട് വന്നിരിക്കണം. അതിന് വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു സമയത്ത് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായത്. ആ വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. പക്ഷെ അതിനൊന്നും ആ വ്യക്തിക്ക് അവസരം കിട്ടുന്നില്ല. ആ വ്യക്തി എങ്ങനെയുള്ള സിറ്റുവേഷനിലാണോ, ഏതൊരു രീതിയിലാണോ നിങ്ങളോടുള്ള സ്നേഹം ആ വ്യക്തി സൂക്ഷിച്ചിരിക്കുന്നത്, അത് നിങ്ങളോട് ആ വ്യക്തിക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ലായിരിക്കാം. ഡെഫിനറ്റ്ലി ആ പേഴ്സൺ നിങ്ങളോട് ഒരു റീയൂണിയൻ ഉണ്ടാവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു റിവേഴ്സ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ വന്ന സമയത്ത് ആ വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ടാവാം. പക്ഷെ ഈ ഒരു സമയത്ത് ഷുവറായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് തിരികെ പഴയ രീതിയിലേക്ക് വരണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്, അതിശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. വെയിറ്റിംഗ്, ഈ വ്യക്തി ഒരു പ്രോപ്പറായിട്ടുള്ള ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് വളരെയധികം ആഗ്രഹിച്ച ഈ വ്യക്തി അതിനൊരു അവസരത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഷുവറായിട്ടും ഈ വ്യക്തി ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ട് ആ വ്യക്തിയുടെ ലൈഫ് സെറ്റിലായിട്ട് വരുന്നുണ്ട് ഈ ഒരു സമയത്ത്. റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പവർ അല്ലെങ്കിൽ ഒരു കറേജ് ഇല്ലാതിരുന്നതായിട്ടാണ് കാണുന്നത്. മേ ബി ആ ഒരു സിറ്റുവേഷനിൽ ചേഞ്ചായിട്ട് ഈ ഒരു വ്യക്തി ഈ ഒരു സമയം നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ വ്യക്തി വളരെയധികം റിലാക്സ് ആവാൻ, ഈ ഒരു സിറ്റുവേഷനിലെ ആ ഒരു സ്ട്രഗിൾ എല്ലാം മാറി റിലാക്സ്ഡ് ആവാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷൻ വളരെ കഷ്ടപ്പെട്ടാണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ആ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ വ്യക്തമാവുകയാണ്. യൂണിവേഴ്സിൽ നിന്നുള്ളൊരു പവർ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് യൂണിവേഴ്സിൽ നിന്നുള്ളൊരു പവർ, ഒരു സ്ട്രെങ്ത് കിട്ടുന്നതായിട്ടാണ് ഇവിടെ വ്യക്തമാവുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങളിലുള്ള അവ്യക്തത മാറുന്നതായിട്ടും എല്ലാ കാര്യങ്ങളും വളരെ ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളൊരു അവസരം
വരുന്നതായിട്ടും ഇവിടെ വ്യക്തമാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ ഡീപ്പ് സോൾ കണക്ഷൻ ആയിട്ടാണ് ഇവിടെ കാണുന്നത്. എത്രത്തോളം നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു അത്രത്തോളം അവർ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ട്. അത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സൺ. മേ ബി ആ വ്യക്തിക്ക് നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ലായിരിക്കാം, വളരെ ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ അല്ലായിരിക്കാം. എന്നാൽ കൂടിയും ഈ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല. ബിക്കോസ് കൂടുതൽ പേർക്കും സോൾമേറ്റ് അല്ലെങ്കിൽ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷനാണ് ഇത്. ഡെഫിനറ്റ്ലി വളരെയധികം പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻസ് ആണ് ഇവിടെ കിട്ടുന്നത്. കൂടുതൽ പേർക്കും നിങ്ങളുടെ പേഴ്സൺ വളരെ ജെനുവിൻ ആയിട്ടാണ് നിങ്ങളെ പ്രണയിക്കുന്നത് എന്നാണ് ഇവിടെ വ്യക്തമാവുന്നത്. അതുകൊണ്ട് തന്നെ ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെ കുറിച്ച് തന്നെയാണ് തിങ്ക് ചെയ്യുന്നത്. വളരെ പോസിറ്റീവായിട്ടാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഓക്കെ, ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും പ്രണയം നിങ്ങളോടുണ്ട് എന്നാണ് ഇവിടെ വ്യക്തമാവുന്നത്. കാരണം എത്രമാത്രം പ്രണയം ആ വ്യക്തിയുടെ മനസ്സിലുണ്ടോ അത് ഒരിക്കൽ പോലും ആ വ്യക്തി പൂർണ്ണമായും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടില്ല എന്നാണ് ഇവിടെ വ്യക്തമാവുന്നത്. മേ ബി ആ ഒരു സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ആ വ്യക്തിയെ ലെറ്റ് ഗോ ചെയ്തതും അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലായതും ആ ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഒരു പക്ഷേ ഫീൽ ചെയ്തിട്ടുണ്ടാവും ഈ വ്യക്തിക്ക് ഞാൻ കൊടുക്കുന്ന അത്ര സ്നേഹം എനിക്ക് തിരികെ തരാൻ കഴിയുന്നില്ല, ഈ വ്യക്തിക്ക് എന്നോട് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ഫീലിംഗ് ആണുള്ളതെന്ന് നിങ്ങൾക്ക് ഒരു പക്ഷേ തോന്നിയിട്ടുണ്ടാവാം. അതുകൊണ്ടാവാം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കുറച്ച് പേർക്കെങ്കിലും ഉണ്ടാവാനുള്ള ഒരു റീസൺ. പക്ഷെ വാട്ട് എവർ മേ ബി ദ സിറ്റുവേഷൻ, ഈ ഒരു പേഴ്സൺ നിങ്ങളെ വളരെ ഡീപ്പായിട്ടാണ് പ്രണയിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ അത് നിങ്ങളോട് തുറന്നു പറയാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അതിനുള്ളൊരു സിറ്റുവേഷന് വേണ്ടിയിട്ട് ആ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ പേഴ്സൺ വളരെ തീവ്രമായിട്ട് നിങ്ങളെ പ്രണയിക്കുന്നതായിട്ടാണ് ഇവിടെ വ്യക്തമാവുന്നത്. ആ വ്യക്തിക്ക് നിങ്ങളില്ലാത്ത ഒരു ലൈഫ് എന്ന് പറയുന്നത് വളരെയധികം ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് ആ വ്യക്തിക്ക് തോന്നുന്നത്. മേ ബി നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം, അല്ലെങ്കിൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരിക്കാം. പക്ഷേ എന്ത് തന്നെയായിരുന്നാലും ഏതൊരു സമയത്തും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണുള്ളത് എന്നാണ് ഇവിടെ വ്യക്തമാകുന്നത്. ആ വ്യക്തി അവരുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിലുണ്ട്. പക്ഷെ എന്നിരുന്നാലും എല്ലാത്തിനും പ്രിയോറിറ്റി കൊടുക്കുന്നത് നിങ്ങൾക്ക് ആണെന്നാണ് ഇവിടെ വ്യക്തമാവുന്നത്.